ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആരായാലും നിങ്ങളോട് ചോദിച്ചു പോവും, അമ്പടി ഇത് നീ എവിടെ നിന്ന് പഠിച്ചു എന്ന്. അപ്പോൾ വാ റെസിപ്പി നോക്കാം. ചട്ടിയിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 3-4 വെളുത്തുള്ളി, 5 വറ്റൽമുളക്, കുറച്ച് വാളംപുളി, ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവൂലേ, ഈ ഉള്ളിയും മുളകും വെച്ച് ചമ്മന്തി അരയ്ക്കാനാണോ ഇത്ര ബിൽഡപ്പ് എന്ന്? ഒന്ന് വെയിറ്റ് ചെയ്യുക, ഐറ്റംസ് വരുന്നല്ലേ ഉള്ളൂ. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കി വഴറ്റി ഒരു പിടി മല്ലിയിലയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചൂടാറിക്കഴിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇനിയാണ് ട്വിസ്റ്റ്. ചട്ടിയിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഈ എണ്ണയൊന്ന് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 4-5 വെളുത്തുള്ളി കഴുകി തൊലിയോട് ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ പൊട്ടുകടലയും ചേർത്ത് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കി ഈ കടലയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്തതാ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് താളിച്ചെടുക്കാം. ചോറിന് മാത്രമല്ല കേട്ടോ, ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ഒരു സൂപ്പർ സൈഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.